ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഗൈസ്, മാത്സ് അത്യാവശ്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു. ഫസ്റ്റ് വൺ ഞാൻ കമ്പയറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോഡൽ എക്സാമിനേക്കാളും ക്രിസ്മസ് എക്സാമിനേക്കാളും നമ്മുടെ മാത്സ് എക്സാം, പബ്ലിക് മാത്സ് എക്സാം എളുപ്പമായിരുന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സെറ്റ് ചെയ്യുന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് ഫസ്റ്റ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അതിൽ 6 അറ്റൻഡ് ചെയ്യാൻ എനിക്കറിയുന്നത് 5 മാത്രമേ എഴുതിയിട്ടുള്ളൂ, 1 എഴുതിയിട്ടില്ല. പിന്നെ ബാക്കി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ അതും 5 എഴുതിയിട്ടുള്ളൂ. പിന്നെ ഉള്ളതാണ് എല്ലാത്തിനും 6 ക്വസ്റ്റ്യൻസ് എഴുതണം. പിന്നെ 6 മാർക്കിൽ ക്വസ്റ്റ്യൻ 3 എഴുതിയാൽ മതി. ഞാൻ 3 എഴുതിയിട്ടുണ്ട്. സോ എനിക്ക് അറിയാമെന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അറ്റൻഡ് ചെയ്യേണ്ടേ എന്നൊരു രീതിയിൽ വേണ്ടിയിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നൊക്കെ വന്ന ചോദ്യം, ഒരു ചോദ്യം സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളൂ. പിന്നെ നമ്മുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു. പിന്നെ അതായത് നമ്മളിപ്പം നമ്മുടെ കോഡെക്സ് സെക്ഷനിൽ നിന്ന് അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ 3 ഡയമെൻഷണൽ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടോ, എനിക്ക് ഇല്ലെന്നാണ് തോന്നുന്നത്. സോ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു. പിന്നെ നമ്മുടെ നമ്മൾ കഷ്ടപ്പെട്ട് ഞാൻ 3 സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും ഡെറിവേറ്റീവ്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ അത് ഉപയോഗിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് 3 ചോദിച്ചില്ല, പകരം f(x) ചോദിച്ചിട്ട് ഞാൻ പഠിക്കാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് മുട്ടിയൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ എന്തായാലും ഞാനൊരു ഡബിൾ പാസ് പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് ജയിച്ചാൽ മതി. ജയിക്കാനുള്ള മാർക്ക് ഉണ്ടോയെന്നും എനിക്ക് സംശയമാണ് ഗൈസ്. എന്തായാലും ഞാനിപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് മാത്സും ഫിസിക്സുമാണ്. ബാക്കി കെമിസ്ട്രിയുടെ കാര്യം നമുക്ക് അറിയില്ല, ഇനി അതുകൂടി നോക്കാനുണ്ട്. പിന്നെ വേറെ ഇപ്പോൾ എഴുതിയാൽ എനിക്ക് ഫിസിക്സും മാത്സും +2 പോലെ തന്നെ +1 അടി കിട്ടിയിട്ടുണ്ട്. മാത്സും ഫിസിക്സും തന്നെയാണ് നമുക്ക് ടഫായിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ എക്സാംസ് ടഫായിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ മാത്സ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇന്ന് ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല ടീച്ചറാണ്. ടീച്ചർ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അവസരം തരാം, പക്ഷേ അത് നിങ്ങൾ മുതലെടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ കുറിച്ച് പറയണം, എക്സാം അങ്ങനെ ഫൈനൽ തീർന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ എഴുതിയതിൽ നമ്മുടെ മാത്സും ഫിസിക്സുമാണ് നമുക്ക് കുറച്ച് വർഷമായിട്ടുള്ളത്. അപ്പം എഴുതുന്ന എക്സാംസ് നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്താൽ മാത്രമേ വെക്കേഷനൊക്കെ അടിച്ചുപൊളിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞിട്ട് നമുക്ക് വെക്കേഷൻ മുഴുവനും ബോറായിട്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെക്കേഷൻ കാര്യങ്ങൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ അടിച്ചു പൊളിക്കും. സോ പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി കിടിലൻ വീഡിയോസൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് +1 റിസൾട്ട് വരുന്നത് മെയ് ജൂൺ അന്തായിരിക്കും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. മസ്റ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായം എക്സാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.